morning, dear students. In the last class, we have discussed about what is thermal conductivity of the solids, and it mainly depends on the thermal conductivity of the phonon and thermal conductivity of the electron. Okay, actually the thermal conductivity of the solid is the sum of thermal conductivity of phonon and thermal conductivity of electron. Okay, and today we are going to discussing about the thermal resistance of solid. What is the thermal resistance of the solid? Actually, for a given solid, thermal resistance may arise as a result of the following scattering mechanism. തെർമൽ റെസിസ്റ്റൻസ് മെയിനായിട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു സ്കാറ്ററിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ മൂലം അവിടെ ഒരു സ്കാറ്ററിങ് ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു തെർമൽ റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് മെക്കാനിസം എഫക്റ്റ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോണോൺ ഇൻട്രാക്ഷൻ. The second one is scattering of phonons by boundaries of the specimen, then scattering by impurities and lattice imperfection. അപ്പോൾ എന്തൊക്കെയാണ് ഫോണോൺ തമ്മിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. ഫോണോൺ ഇൻട്രാക്ഷൻ, ദെൻ സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ബൗണ്ടറീസ് ഓഫ് ദ സ്പെസിമെൻ. നമുക്കറിയാം ക്രിസ്റ്റലിൻ്റെ കേസിൽ ബൗണ്ടറീസിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റലിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ ക്രിസ്റ്റലിൻ്റെ കേസിലും എല്ലാ ക്രിസ്റ്റൽസും എന്തുണ്ട്, ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലാറ്റിസ് ഇംപെർഫെക്ഷൻ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്തുണ്ടാകുന്നുണ്ട്, ഈ തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ആക്ച്വലി ദിസ് റെസിസ്റ്റൻസിന് നമുക്ക് ഇറ്റ്സ് എ സീരിയസ് കോമ്പിനേഷൻ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് RU പ്ലസ് RB പ്ലസ് RI, ഇമ്പ്യൂരിറ്റി, ബൗണ്ടറി ആൻഡ് ഫോണോൺ interaction. Okay, then first one is ഫോണോൺ interaction. ഫോണോൺ interaction, അതായത് രണ്ട് ഫോണോണുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ എഫക്റ്റ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ കാണാൻ പോണത്. ഫോണോൺ ഇൻട്രാക്ഷൻ. ഇത് രണ്ട് പ്രോസസ്സാണ്. നോർമൽ പ്രോസസ്സ് എന്ന് പറയും, ഉംകലാപ്പ് പ്രോസസ്സ് എന്ന് പറയും. Umklapp, it's a German word. It means that flipping over. ഒരു ഫ്ലിപ്പ് ഓവർ എന്നാണ് ഉംകലാപ്പ്, UMPLAP, ഉംകലാപ്പ് പ്രോസസ്സിൻ്റെ മീനിങ്. ഓക്കെ, ഫ്ലിപ്പിംഗ് ഒരു ജർമ്മൻ വേർഡ് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഉംകലാപ്പ് പ്രോസസ്സ്. അതായത് ഒരു ഫോണോൺ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അത് കൺസർവേഷൻ ഓഫ് മൂവ്മെൻറ്റും കൺസർവേഷൻ ഓഫ് എനർജിയും സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോണോൺ ഇൻറ്ററാക്ഷൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. നമ്മൾ നോർമൽ പ്രോസസ്സ് ഓൾറെഡി കണ്ടതാണ് അല്ലേ. സ്കാറ്ററിങ്, ഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ഫോണോൺ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ എന്തുണ്ട്, K1 പ്ലസ് K2 ഈക്വൽ ടു അല്ലേ K3 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറയും ഒരു ലീനിയർ മീഡിയമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇഫ് ഇറ്റ് സെലക്ട് എ ലീനിയർ മീഡിയം ഓഫ് മെറ്റീരിയൽ, ദെൻ ഇറ്റ് ഫോളോസ് ദ സൂപ്പർപൊസിഷൻ ഓഫ് ഇറ്റ് ഒബേ, അല്ലെങ്കിൽ ഇറ്റ് ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആൻഡ് ആർ സെഡ് ടു ബി ഹാർമോണിക്. ദെൻ the individual wavepoint, it is simply the resultant of the amplitude. ഒരു ലീനിയർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ½ അല്ല mgh എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലീനിയറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്കതിനൊരു റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. രണ്ട് വേവുകൾ തമ്മിലുള്ള സൂപ്പർ പൊസിഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് അല്ലേ നമുക്ക് എന്ത് സംഭവിക്കാം, അവിടെ ഒരു റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരു ഫോണോൺ ഇൻട്രാക്ഷൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. രണ്ട് റിസൾട്ട് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അവിടെ ഒരു 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 സ്പെഷ്യാലിറ്റി ഒന്നും അവിടെ എറൈസ് ചെയ്യുന്നില്ല.
ബട്ട് ഇൻ എ നോൺ ലീനിയർ മീഡിയം അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു അൺഹാർമോണിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് ഓർഡറിന് പ്രൊപ്പോർഷണൽ എക്സിൻ്റെ വാല്യൂ എക്സ് ക്യൂബ് ഒക്കെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ax+bx³ ആ ഒരു രീതിയിൽ ഉള്ള ഒരു സൂപ്പർ പൊസിഷൻ അവിടെ ബ്രേക്ക് ചെയ്യുകയും ഈ വേവിനെ നമ്മൾ അൺഹാർമോണിക് ആയിട്ടുള്ള ഒരു വേവായിട്ട് എടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ നമ്മൾ കാണിച്ചിട്ട് 2 വേവുകൾ സൂപ്പർ പൊസിഷൻ നടത്തി. സൂപ്പർ പൊസിഷൻ നടക്കാൻ പറ്റുന്നില്ല അവയ്ക്ക്, കാരണം എന്താ? ഈ അൺഹാർമോണിസിറ്റി മൂലം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവയുടെ ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്യുക ω1 ആൻഡ് ω2. then there should have a 2 possibility of resultant wave. One is ω+1 and another one is ω-1. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ ഒരു ലീനിയർ മീഡിയം എടുക്കുവാണ്, അപ്പോൾ നമുക്ക് പറ്റത്തില്ല. നോൺ ലീനിയർ മീഡിയം സെലക്ട് ചെയ്തു, അപ്പോൾ അവയുടെ റിസൾട്ടൻ്റ് വേവ് ω+1 ഓർ ω-1. ദെൻ അടുത്തത് നമ്മൾ നോക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ however for phonons in a crystal, this is in the case at low temperature where the interaction of phonon is negligible. Low temperature interaction is negligible. Then if the temperature is large, unharmonic terms appreciable. Okay, then mean free path is directly proportional to the temperature. Inversely proportional to the temperature. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലാംഡ ഡിപ്പെൻസ് ഓൺ 1/3 NcV ലാംഡ എന്ന് നമ്മൾ കണ്ടത് ഏത്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സോളിഡ്. അപ്പോൾ ഈ ലാംഡ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ലാംഡ ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ, അല്ലേ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ലാംഡയുടെ വാല്യൂ നമ്മൾ കിട്ടിയതാണ് T⁻⁻1 എന്ന് നമ്മൾ കണ്ടതാണ്, ലാർജ് വാല്യൂവിൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ 3 കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. ഒന്ന് രണ്ട് ഫ്രീക്വൻസി എടുത്തു. അപ്പോൾ ഇനി ഇത് ടെമ്പറേച്ചറിന് തെർമൽ ഫോണോൺ ഇൻട്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നോർമൽ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ പ്രോസസ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ നോർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ലെറ്റ് us analyze a 3-phonon process. Frequencies are ω1, ω2 and the momenta are k1, k2. Then combine to form the frequency ω3 and the momenta k3. Okay, then the law of conservation of energy and momentum are h⁻ω plus h⁻ω that is h⁻ω1 plus or ഇതാണ് ω1 plus ω2 equal to ω3 and the momentum conservation is k1 plus k2 equal to k3. Okay, then this equations satisfy ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് കോൾഡ് നോർമൽ പ്രോസസ്സ്. ഇവിടെയാണ് നമ്മൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ പ്രോസസ്സ് ഓർ എൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊരു 2 ഡയമെൻഷനിൽ ഇതിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനുള്ളിൽ നിൽക്കും ഫസ്റ്റ് ബ്രിലോയിൻ സോണിനുള്ളിൽ. ബൗണ്ടറി ആസ് ദ ഫസ്റ്റ് ബ്രിലോയിൻ സോൺ. ഫസ്റ്റ് ബ്രിലോയിൻ സോൺ എന്ന് പറഞ്ഞാൽ എന്താ? +or-π/a ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. സിൻസ് ദ ഡയറക്ഷൻ ഓഫ് ദി എനർജി ഫ്ലോ റിമെയിൻസ് ദ സെയിം, therefore there is no contribution towards the thermal resistance. അപ്പം നോർമൽ പ്രോസസ്സിൻ്റെ കേസിൽ ഇവിടെ തെർമൽ ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആണ്, അല്ലേ? കാരണം എന്താ? കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ ഇസ് സെയിം ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ബിഫോർ കൊളീഷൻ. സോ there is no contribution towards the thermal resistance. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ
ദെൻ നെക്സ്റ്റ് വൺ ഈസ് നമുക്കൊന്ന് അതിൻ്റെ ഫിഗറും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. നോർമൽ പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഫസ്റ്റ് ബ്രിലോയിൻ സോണ് -π/a ടു +π/a അപ്പോൾ നമ്മൾ രണ്ട് വേവ് വെക്ടറാണ്, വേവ് വെക്ടർ 1 ആൻഡ് വേവ് വെക്ടർ 2 ആൻഡ് ദ റിസൾട്ടൻറ്റ് വേവ് ഈസ് 3. അപ്പം അത് ഇതിനുള്ളിൽ തന്നെയാണ് റിസൾട്ടൻറ്റ് നിൽക്കുന്നത്. ഇനി വേവ് വെക്ടറിൻ്റെ ടൈമിൽ നമ്മുടെ ആക്ച്വൽ ഡയഗ്രമാണ്. ഇനി വേവ് വെക്ടറിൻ്റെ ടൈമിൽ പറയുവാണെങ്കിൽ വെൻ 2 വേവ് വെക്ടർ k1 ആൻഡ് k2 ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പോയിന്റിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റിസൾട്ടൻ്റ് വേവ് k3 ഈ ഒരു ഇതിനുള്ളിൽ നിൽക്കുന്നു. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നോർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പറഞ്ഞ് രണ്ട് ഇക്വേഷനും എഴുതി ഇതും കൂടെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാഫും കൂടെ പ്ലോട്ട് ചെയ്ത് വെക്കുക. ദെൻ വാട്ട് ഈസ് യു പ്രോസസ്? ഉംഗല പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിയർ വി ടേക്ക് ഇൻസിഡൻറ്റ് ഫോണോൺ ഹാവ് ഫെയർലി ലാർജ് വേവ് വെക്ടേഴ്സ്. k1 ആൻഡ് k2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജ് വേവ് വെക്ടേഴ്സ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, ദെൻ the resultant wave vectors is k3 and so it may be so large k3 greater than π/a. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ലാർജ് വേവ് വെക്ടേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയ k3 കുറച്ചും കൂടി ലാർജായിട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റിസൾട്ടൻ്റ് ഈസ് വെരി ലാർജ്. ദാറ്റ് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഈസ് ഷോർട്ടർ ദാൻ ടോയ്സ് ദ ഇൻ്ററാക്ടോമിക് സ്പേസിങ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ നമ്മളവിടെ കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമുക്കറിയാം അതിനകത്ത് നേരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരു റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ ജി അവിടെ കൊണ്ടുവരുവാണ്. അപ്പോൾ എന്തായിരിക്കും? അവിടെ k3 + g എന്ന രീതിയിൽ k3 പ്രൈം + g എന്ന് പറയുന്ന രീതിയിലൊരു k3യുടെ വാല്യൂ എടുക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ k3 വിൽ ബി നെഗറ്റീവ് സോ ദാറ്റ് the phonon velocity is reversed. Such a process are called Ungla process or U process, which is German means flip over. Okay, അപ്പോൾ ഇതിനാണ് നമ്മൾ ഫ്ലിപ്പ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് എന്താ കാണാൻ പറ്റുന്നത് നോക്കിക്കേ. നമ്മുടെ കേസിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള ഒരു വേവ് വെക്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ബൗണ്ടറിക്കുള്ളിൽ നിന്ന് പുറത്ത് ചാടി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ k1 k2 എന്ന് പറയുന്നത് k3 എന്ന് പറയുന്ന വേവ് വെക്ടറാണ് റിസൾട്ടൻ്റ് വേവ് വെക്ടറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ k3യിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ജി വെക്ടർ ഇത് അങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ അംഗല പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നമുക്കിവിടെ ഇതാണ് k1 k2 എന്ന് പറയുന്ന ഇത് വേവ്. അപ്പോൾ k3 എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കണം? റിസൾട്ടൻ്റ് വേവ് എപ്പോഴും ഇതിൻ്റെ ഔട്ട്സൈഡ് നിൽക്കണമെങ്കിൽ എന്തേ ഒരു വഴിയുള്ളൂ? ജിയെ ഇങ്ങോട്ട് വെച്ച് കൊണ്ടുവരണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, k1 k2 റിസൾട്ടൻ്റ് കിട്ടിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ k3 നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്ന k3യെ നമുക്ക് എന്ത് ചെയ്യണം? പുറത്ത് ചാടിക്കണം. അങ്ങനെയാകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാകുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെസിപ്രോക്കൽ ലാറ്റിസ്. സോ വി ക്യാൻ സീ ദാറ്റ്
അക്കോർഡിംഗ് ടു പിയേഴ്സ് ഈ സയൻറ്റിസ്റ്റ് പറയുകയാണ് ത്രീ ഫോണോം പ്രോസസ് ഫോർ തെർമൽ റെസിസ്റ്റിവിറ്റിക്ക് വേണ്ടി നമുക്ക് കൊണ്ടുവരുന്ന ഇക്വേഷനാണ് K1 + K2 = K3 + G. അപ്പോൾ ആക്ച്വലി എന്താണ് K1 + K2 നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു K1 + K2 = K3 പ്രൈം ആയിരുന്നു. പക്ഷേ K3 പ്രൈമിന് പകരം ഇവിടെ എന്ത് എഴുതുന്നു K3 + G. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ G ഈസ് നോൺ ആസ് നമ്മുടെ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്റ്റർ. ദാറ്റ് ഈസ് നോൺ therefore in the case G = 0 in normal process, while G ഇവിടെ എന്താണ് 0 ആണ് നോർമൽ പ്രോസസ്സിൻ്റെ കേസിൽ. by U process G is not equal to 0. ക്ലിയർ ആയില്ലേ? ദെൻ സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ബൗണ്ടറീസ് ഓർ ഗ്രെയിൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കേസിൽ ഇവിടെ നമ്മൾ നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് ലാംഡ ബിക്കം കമ്പയറബിളി ലാംഡ മീൻ ഫ്രീ പാത്ത് സൈസ് ഓഫ് ദ സ്പെസിമെന് പ്രൊപ്പോർഷണലായിട്ട് വരുന്നു. ഹെൻസ് തെർമൽ കണ്ടക്ടിവിറ്റി is of the dimension of thermal conductivity is a function of the dimension of the crystal. Then lambda become the order of specimen. Then the temperature depend on the right side of the in polycrystalലിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കേസിൽ ബൗണ്ടറിയിൽ ഇതിൻ്റെ വാൽ എന്ന് പറയുന്ന ഡിക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഡിയെ ഡയമീറ്റർ ഓഫ് ദ സ്പെസിമെനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഡയമീറ്ററിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് എഴുതുക. നിങ്ങൾ ലാംഡ എന്ന് പറയുന്നത് ബിക്കം ദ സൈസ് ഓഫ് ദ സ്പെസിമെൻ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സ്പെസിമെൻ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ദെൻ ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റേണ്ട കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ നമുക്കറിയാം ഇതിൻ്റെ കേസിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർ എ സിസ്റ്റം തിയറി ഓഫ് റൈലെ സ്കാറ്ററിങ് ഈസ് അപ്രീഷ്യബിൾ അക്കോർഡിംഗ് ടു മീൻ ഫ്രീ പാത്ത് ഇറ്റ് ഈസ് T⁻⁴. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ഇതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. പക്ഷെ നമ്മുടെ കേസിൽ എന്താണ് T⁻⁻1 ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തുണ്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ വെയർ ദ മീൻ ഫ്രീ പാത്ത് ഈസ് കമ്പയറബിൾ ടു ദ atomic dimension and the specific heat is constant and the conductivity K1 become independent of temperature. And we can plot this graph how it behave as the conductivity and conductivity temperature. ഇവിടെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഒരു അംഗുലാർ പ്രോസസ്സിൽ ഇങ്ങനെ ബൗണ്ടറി സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ ഇതും അതിൻ്റെ സ്മോൾ സ്പെസിമെൻ്റെ കേസിൽ ഈ ഒരു രീതിയിൽ ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ ഇങ്ങനെയുമായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എഴുതേണ്ടത് ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി വിൽ റെഡ്യൂസ് ദ കണ്ടക്ടിവിറ്റി. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് thus give rise to the thermal resistance which is proportional to the dislocation. The dislocation and conductivity is proportional to the conductivity is inversely proportional to the dislocation density. Dislocation എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. നിങ്ങൾക്കത് പിന്നീട് നിങ്ങൾ പഠിക്കും എന്തൊക്കെയാണ് ഡിഫക്റ്റ് ഉള്ളത്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ, എഡ്ജിലുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയെ എന്ത് അഫക്റ്റ് ചെയ്യും? ഈ തെർമൽ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നോർമൽ പ്രോസസ്സും ഉംഗുലാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഫിഗർ വരയ്ക്കുക, മനസ്സിലാക്കുക. നമുക്കതിന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ഉംഗുലാർ പ്രോസസ്സിലാണ്. നോർമൽ പ്രോസസ്സ് റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവിടെ ഒരു അഡീഷണൽ വേവ് വെക്റ്റർ റെസിപ്രോക്കൽ ലാറ്റിസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം അത് ബൗണ്ടറിക്ക് പുറത്ത് കടക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.